TG പശ്ചിമേഷ്യയിൽ ഇങ്ങനെ അടിമൂക്കുന്നു, ഇടയ്ക്കൊന്ന് നിൽക്കുന്നു, വീണ്ടും അടിക്കുന്നു. ട്രംപ് അടിക്കണ്ടെന്ന് പറയുന്നു, ട്രംപ് തന്നെ അടിക്കുന്നു. ഇതിപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയില്ലേ, ഈ പേരെടുക്കാൻ പോയ പതിച്ച് ഇരട്ട പറ്റുന്ന ട്രംപ് മിനിഞ്ഞാന്നാണ് ട്രംപ് ചൂടായത് നെതന്യാഹുവിൻ്റെ അടുത്ത്. മര്യാദയ്ക്കിരുന്നോളാം, നീ ഒറ്റയ്ക്കായി പോകും കേട്ടോ, ഞാൻ കാലുവലിക്കും ഉള്ള കാര്യം എന്നെ നിനക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞ് വരട്ടെ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഇങ്ങോട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു, ഇസ്രായേൽ തിരിച്ചു ആക്രമിച്ചു. അപ്പോൾ അങ്ങനെ ഒരടി അങ്ങോട്ട് ഒരടി ഇങ്ങോട്ടൊക്കെ ആയപ്പോഴാണ് ട്രംപ് ഇങ്ങനെ കയറി ചൂടായത്. ഈ ചൂടായ ട്രംപിൻ്റെ അപ്പാച്ചി ഹെലികോപ്റ്റർ ഏത് അപ്പനാടായി പറക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇറാൻ ഒറ്റ വെടി അപ്പാച്ചി മൂക്കും കൊത്തി താഴെ വീണു. അപ്പോൾ ട്രംപിന് പ്രാന്തായി, അടിക്കളാവിനെ ട്രംപ് കയറി അടിച്ചു. ഇപ്പം നെതന്യാഹു നമ്മൾ ചിരിക്കുന്ന പോലെ നെതന്യാഹു ചിരിക്കുകയാണ്. മൂപ്പരെ എന്നെ പേടിപ്പിക്കാൻ വന്നതായപ്പോൾ മൂപ്പർക്ക് അടി കിട്ടി കഴിഞ്ഞാൽ പുള്ളി തിരിച്ചടിച്ചു. എല്ലാം കൂടെ അലമ്പായി. സത്യത്തിലിപ്പോൾ ഈ അമ്പലപ്പറമ്പിലെ അടിയില്ല, അതുപോലെയാണ് അടി നടക്കുന്നത്. കൂട്ടത്തല്ലാണ്. കൂട്ടത്തെ ആരെ തല്ലുന്നു എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് വാസ്തവത്തിലൊരു സംശയമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവരുടെ സീസ് ഫയർ 60 ദിവസമായി. ഈ 60 ദിവസം കൊണ്ട് ഇറാൻ അവരുടെ കുറേ അധികം മിസൈലുകൾ കൂടെ അസംബിൾ ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുക്കാനായിട്ട് ട്രംപ് സമയം കൊടുക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ ട്രംപ് ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാനെ കൊണ്ട് വെടിവെച്ച് ഇടിയിച്ചതായിരിക്കും. കാരണം ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് 2 പൈലറ്റുമാരാണ് അവർ ഇജക്റ്റ് ചെയ്ത് കടലിൽ വീണു. അവരെ അമേരിക്ക രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയാമോ? അൺമാൻഡ് വെഹിക്കിൾ വെച്ചിട്ടാണ്. സീ ഡ്രോൺ, അത് ഭൂമിയിലെ ആദ്യത്തെ പരീക്ഷണമാണ്. അതായത് കടലിൽ കൂടെ പോകുന്ന ഡ്രോൺ, അതിൽ ഇവരാരുമില്ല, ജീവനക്കാരുമില്ല. അത് തന്നെത്താനെ പോയിട്ട് ഈ വീണ പൈലറ്റുമാരെ കയറ്റി കരയിലേക്ക് കൊണ്ടുവരും. ഫസ്റ്റ് ടൈമാണ് അൺമാൻഡ്. സാധാരണ ഇവർ പാരച്യൂട്ടിൽ എവിടെയെങ്കിലും വീഴും, ആൾക്കാർ ചെറിയ ബോട്ടിലോ ഇതിലോ ഒക്കെ പോയിട്ട് ഇവരെ രക്ഷപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ആ സംവിധാനത്തിൽ തന്നെ അത് അൺമാൻഡായിട്ട് ഓപ്പറേറ്റ് ചെയ്തു ഫസ്റ്റ് ടൈം. ഇനി കടലിൻ്റെ ആഴത്തിൽ ഇതുപോലത്തെ ഓപ്പറേഷൻ നടത്താൻ കഴിവുള്ള സാധനം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അവർ ഡെവലപ്പ് ചെയ്തു, ഫസ്റ്റ് ടൈം അവർ ടെസ്റ്റ് ചെയ്തു, ഇറ്റ് വാസ് സക്സസ്ഫുൾ. 2 പൈലറ്റുമാരെയും അവർ രക്ഷപ്പെടുത്തി. അപ്പോൾ മനുഷ്യജീവന് അപകടം ഏറ്റവും കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ പട്ടാളത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അതുകൊണ്ടാണ് നോക്കി ഇത്രയും യുദ്ധം സംഗതിയൊക്കെ കഴിഞ്ഞിട്ട് 26 പേരോ മറ്റോ ആണ് അമേരിക്കയുടെ പട്ടാളക്കാർ മരിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യജീവൻ്റെ ഡാമേജ് ഏറ്റവും കുറയ്ക്കുക. ഈ പരീക്ഷണം നടത്താൻ എന്താ മാർഗം? പട്ടാളം പോലും അറിയാതെ ഇപ്പോൾ പട്ടാളക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഇജക്റ്റ് ചെയ്ത് കടലിൽ ചാടിക്കോ, നമ്മളുടെ അൺമാൻഡ് വെഹിക്കിൾ സീ ഡ്രോൺ വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അവർ പറയും, സീ ഡ്രോൺ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല, അതിന് നമുക്ക് എന്തെങ്കിലും ആ സംവിധാനം ആദ്യം ഉണ്ടാക്കുക, എന്നിട്ട് ഞാൻ ചാടാമെന്ന് പറയും. കടലിൽ ചാടുന്ന നിസ്സാര സംഗതിയല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആരും അറിയാതെ യുവമാരെ ഈ പരീക്ഷണത്തിന് വിധേയരാക്കുക. അപ്പോൾ ഏറ്റവും വിശ്വസ്തമായിട്ട് ഇത് ചെയ്യാവുന്ന അപ്പാച്ചെ ഹെലികോപ്റ്ററിന് വെടിവെക്കണമെന്ന് അമേരിക്കക്കാരനോട് തന്നെ പറയാൻ പറ്റുമോ? നീ തന്നെ നിൻ്റെ ഹെലികോപ്റ്റർ, അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് ചോദിക്കും, ലീക്കാവും. ഇറാനോട് പറഞ്ഞാൽ ഈ കുഴപ്പമില്ല. അപ്പോൾ ഇറാനോട് പറയുന്നു, എടാ ഒരു അപ്പാച്ചെ അങ്ങോട്ട് വരും രാത്രി ഒരു 10:30 മണിയാകുമ്പോൾ, നീ വെടിവെച്ചിട്ടോളണം. എന്താ ചേട്ടാ സംഭവമൊക്കെ ഞാൻ പറഞ്ഞ് നീ വെടിവെച്ചിട്ട്. ഇറാനൊരു ഹരമാണല്ലോ, അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. നമ്മൾ 22 എണ്ണത്തിന് ഓർഡർ കൊടുത്തിട്ട് അത് വന്നോ? അത് കുറേയൊക്കെ വന്നു. അങ്ങനത്തെ സാധനമാണ് അപ്പാച്ചെ. ലോകത്തിലെ ഏറ്റവും പ്രഷ്യസ് ഹെലികോപ്റ്ററാണ് അപ്പാച്ചെ. അപ്പോൾ അങ്ങനെ അന്യോന്യം പറഞ്ഞിട്ട് അപ്പാച്ചെ വെടിവെച്ച് ഈ സീ ഡ്രോൺ ടെസ്റ്റ് ചെയ്തു. അതിന് പകരം അടിച്ചു എന്ന് വരുത്താനായിട്ട് ഇറാനിലെ, അല്ലെങ്കിൽ തന്നെ അവിടെ ബോംബ് വീണെടുത്ത് പിന്നെ ഒരു ബോംബ് കൊണ്ടുപോയിട്ടിട്ട് എന്താ കാര്യം? ഇതാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ നാശമൊന്നും ഉണ്ടാക്കിയില്ല, നശിഞ്ഞ് കിടന്നിടത്ത് പിന്നെയും ഒരു ബോംബിടുന്നു. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അമേരിക്ക എന്തും ചെയ്യും. വാസ്തവത്തിൽ ഈ സ്വന്തം പട്ടാളക്കാരോട് ഇത്രയധികം മര്യാദകൾ കാണിച്ച ഒരു അമേരിക്കൻ പ്രസിഡൻ്റ് ഉണ്ടായിട്ടില്ല.
എന്തൊരു കൺഫ്യൂഷനാണ് ആ മനുഷ്യൻ സൃഷ്ടിക്കുന്നത്. ഈ അമേരിക്ക വൺ ഓഫ് ദ മോസ്റ്റ് ഡിസിപ്ലിൻ ഫോഴ്സസ് ആണ് ലോകത്തിലെ. അവരുടെ ആർമി, അവരുടെ നേവി, അവരുടെ മറൈൻസ്, അവരുടെ സംവിധാനങ്ങളെല്ലാം എന്തൊക്കെ പറഞ്ഞ് നമുക്ക് അമേരിക്കയെ 110 കുറ്റം പറയാം, പക്ഷേ അവരുടെ മിലിറ്ററിയുടെ പ്രൊഫഷണലിസം ഈസ് അൺമാച്ച്ഡ് ഇൻ ദ വേൾഡ്. അങ്ങനെയുള്ള മിലിറ്ററിയെ ഇയാൾ രാവിലെ ഒരു ഓർഡർ, ഉച്ചയ്ക്ക് വേറെ ഓർഡർ, അടിക്കട നിർത്തട, പുറകോട്ട് മാറട, മുമ്പോട്ട് പോകണം, ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവസാനം അവരിട്ടിട്ട് ചേട്ടനൊരു തീരുമാനം എടുക്കുക, എന്നിട്ട് ഞങ്ങൾ ചെയ്യാമെന്ന് പറയും. ഏത് മനുഷ്യനും അങ്ങനെ പറയുമല്ലോ. എന്നിട്ടും അവർ പിടിച്ച് നിൽക്കുകയാണ്. ഒരു ദിവസം ഈ അമേരിക്കൻ മിലിറ്ററി തിരിഞ്ഞ് അവരുടെ സുപ്രീം കമാൻഡറാണ് ഡൊണാൾഡ് ട്രംപ്, അവർ പറയും യു ടേക്ക് എ ഡിസിഷൻ, ഗിവ് ഇറ്റ് ഇൻ റൈറ്റിംഗ്, വിൽ ഡു ദാറ്റ്. ഇങ്ങനെ ഇട്ട് ഞങ്ങളുടെ പിള്ളേരെ ഇട്ട് കളിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇതിൻ്റെ ഇടയ്ക്ക് പെൻറ്റഗൺ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം ഇല്ലാതെ ഇപ്പോഴും പോകുന്നത്. പെൻറ്റഗണാണ് ഇതിൻ്റെ ഒരു ഷോക്ക് അബ്സോർബർ. അല്ലെങ്കിൽ പട്ടാളക്കാർ നമ്മുടെ പട്ടാളക്കാരെ പോലെയല്ല, അവർ അത്ര പൊളൈറ്റൊന്നും അല്ല അമേരിക്കൻ പട്ടാളക്കാർ. അവരിടയ്ക്ക് രാജിവെക്കും, ഇവർ രാജിവെപ്പിക്കും, അങ്ങനെയൊക്കെയുണ്ട്. നമ്മുടെ പട്ടാള മേധാവിയെ നമ്മൾ രാജിവെപ്പിക്കും. ഇടയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചെവിയറിയാതെ നമ്മളത് തീർത്തിട്ട് അങ്ങ് പോകും. ടിൽ റിട്ടയർമെൻറ്റ്. കീ പോസ്റ്റിലിരിക്കുന്ന പട്ടാളക്കാരൊന്നും നമ്മൾ മാറ്റുന്ന പ്രശ്നമില്ല. അവരങ്ങനെയില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു വിട്ടില്ല അവർ. ഈ ഇറാൻ യുദ്ധം നടക്കുമ്പോൾ എ ജനറൽ ഹു വാസ് നോട്ട് ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ട്രംപ്, അയാളെ പറഞ്ഞു വിട്ടു. അത് പറഞ്ഞു വിടാനായിട്ട് പ്രസിഡൻറ്റ് പോലും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പീറ്റ് ഹെക്സിറ്റാണ് അയാളോട് എന്താ സെക്രട്ടറി ഓഫ് വാർ, സെക്രട്ടറി ഓഫ് ഡിഫൻസ് എന്നായിരുന്നു നേരത്തെ ഡെസിഗ്നേഷൻ. ട്രംപ് വന്നിട്ടാണ് സെക്രട്ടറി ഓഫ് വാർ. അതായത് എന്ത് പ്രതിരോധം, യുദ്ധം നേരെ അങ്ങ് പറയടാ. അപ്പോൾ നമ്മൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നതിന് പകരം യുദ്ധമന്ത്രി, പുള്ളിയുടെ ജോലി എന്താ, യുദ്ധം ചെയ്യുക, അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ചെയ്തു. ആ മനുഷ്യനാണ് ഈ പിരിച്ചുവിടലൊക്കെ നടത്തുന്നത്. മഹാ കഷ്ടമാണ്. പക്ഷേ ഒരു കാര്യം, ഈ മൊത്തം പ്രശ്നത്തിൽ ഇത്രയും നാളായിട്ട് ഫെബ്രുവരി 28 തുടങ്ങി ഈ പ്രശ്നത്തിൽ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഏക മനുഷ്യൻ നെതന്യാഹുവാണ്. അങ്ങനെ ഒരു സ്റ്റാൻഡിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. അങ്ങനെ ട്രംപ് ചീത്തയൊക്കെ വിളിക്കും, പുള്ളി തട്ടിക്കളയും, 4 ചീത്ത വിളിച്ച് അങ്ങ് തട്ടിക്കളയും, അനങ്ങില്ല. അങ്ങനെ തീരുമാനിച്ചത് അങ്ങനെ ചെയ്യും. ഇവർ തമ്മിൽ സമാധാന ചർച്ച നടക്കുന്നു. എന്താ നെതന്യാഹുവിനെ കൂട്ടാത്തത്? 3 പേരല്ലേ രാജ്യത്തെ യുദ്ധം, ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക. അതിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തുക, എന്നിട്ട് കരാർ ഒപ്പിടുക. അപ്പോൾ ഇസ്രായേൽ എന്താ പൊട്ടനോ? അവരെ മാറ്റി നിർത്തി എന്ത് ചർച്ചയാണ് നടക്കുന്നത്? ഇതാണ് നെതന്യാഹു റേസ് ചെയ്യുന്നൊരു പ്രശ്നം. നെതന്യാഹു പറഞ്ഞു, നിങ്ങൾ പാകിസ്ഥാനിൽ പോയി എന്തോ എഗ്രിമെൻറ്റ് നടത്തി, എന്നിട്ട് എന്നോട് പറയുന്നു ലെബനെ ആക്രമിക്കരുത്. ഞാൻ ലെബനെ അല്ല ആക്രമിക്കുന്നത്, ഹിസ്ബുള്ളയാണ് ഞാൻ ആക്രമിക്കുന്നത്. ഹിസ്ബുള്ളയെ തീർത്തിട്ടേ ഞാൻ കിടന്നുറങ്ങുള്ളൂ. മാത്രമല്ല ഇനി ഒരാൾ കൂടെ ഉണ്ട്, ഹൂത്തി. 3 സാധനങ്ങളാണല്ലോ, ഹാ, ഹി, ഹു. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി. ഈ ഹാ, ഹി, ഹുവിനെ തീർത്തിട്ട് നെതന്യാഹുവിന് വിശ്രമമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കരാറൊപ്പിട്ട് എനിക്കറിയില്ല, ഞാൻ അടിക്കും. അങ്ങനെ അടിച്ച് ബെയ്റൂട്ടിൻ്റെ ഏകദേശം 50 കിലോമീറ്റർ അടുത്ത് വരെ എത്തി ഇസ്രായേലി സൈന്യം. ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇത് ഇറാനെ വല്ലാതെ ചൊടിപ്പിക്കുന്നു. ഇതിപ്പം വലിയ പ്രശ്നം തന്നെയാണ്. ഈ യുദ്ധം നീണ്ടുപോകുന്ന ലക്ഷണമാണുള്ളത്. ബട്ട് നമ്മൾ ഒരു ഭാഗ്യവാന്മാരാണ് കേട്ടോ. 21 സ്ഥലത്തു നിന്നാണ് നമുക്ക് വേണ്ട ഗ്യാസും ക്രൂഡ് ഓയിലും എല്ലാം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 47 രാജ്യങ്ങളിൽ നിന്ന് 1 ലിറ്റർ ക്രൂഡ് ഓയിൽ കിട്ടാൻ അത് തന്നേക്ക് ചേട്ടാന്ന് പറഞ്ഞ് മേടിക്കുകയാണ്. ഒന്ന് നമുക്ക് മാത്രമല്ല, നമുക്കുള്ള ഓയിലും ഗ്യാസും ശ്രീലങ്കയ്ക്കുള്ളത്, മാൽദീവ്സിനുള്ളത്, ബംഗ്ലാദേശിനുള്ളത്, ശ്രീലങ്കയ്ക്കുള്ളത്, ഇത്രയും നമ്മൾ ഇടയ്ക്ക് ബർമയും മേടിക്കും, മ്യാൻമർ. കാരണം ഇവരൊക്കെ ചെറിയ ചെറിയ രാജ്യമാണ്. ഒരു ഫുൾ ടാങ്കർ എണ്ണ വാങ്ങാനുള്ള കാശൊന്നും ശ്രീലങ്കയുടെ കയ്യിലില്ല. അപ്പോൾ ശ്രീലങ്ക പറയും, ചേട്ടൻ മേടിക്കുമ്പോൾ ഒരു ഇച്ചിരി എനിക്കും.
കൊടുക്കണ്ടേ? കൊടുക്കുന്നു. ഈ ബംഗ്ലാദേശിന് കൊടുക്കുന്നുണ്ട് മഹാഭാവി. അവൻ നമ്മൾ കഴിഞ്ഞ മാസം 50,000 ലിറ്റർ ഡീസൽ, അതോ 50 ലക്ഷം ലിറ്റർ ഡീസലോ മറ്റോ, ഡീസൽ, ക്രൂഡ് ഓയിലല്ല, ക്രൂഡ് ഓയിൽ കൊടുത്ത് അവനവിടെ റിഫൈൻ ചെയ്യാൻ റിഫൈനറി അവിടെ ഉണ്ട്. ബംഗ്ലാദേശിൽ ഏതോ റിഫൈനറിയൊക്കെ ഉണ്ട്. ആ കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ റിഫൈൻഡ് ഡീസൽ തന്നെ കൊടുത്തു വിട്ടു. ശ്രീലങ്കയ്ക്ക് കൊടുക്കണം. മാൽദീവ്സ്, ഞാൻ ഇന്ത്യക്കാർ ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞു മാൽദീവ്സിലെ കക്ഷി. ചൈനയുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടാൻ പോകുന്നു. 6 മാസം കഴിഞ്ഞ് പട്ടിണിയായി. ഒടുവിൽ ഇവിടെ വന്നു. അവനും കൊടുക്കണം. ഇതിനൊക്കെയുള്ള എണ്ണ നമ്മൾ ഭാരതത്തിനുള്ളിലെ കൺസംഷൻ അല്ലാതെ ഈ ചുറ്റും കിടക്കുന്ന ചെറിയ ചെറിയ കക്ഷികളുണ്ടല്ലോ. നേപ്പാൾ വലിയ വിളച്ചിലും വർത്താനമൊക്കെ പറയും. എണ്ണയും പിണ്ണാക്കും ഒക്കെ വേണമെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് വേണം. നമ്മളുടെ ഒറീസയിലെ പാരാദ്വീപ് പോർട്ട് ഒരു ടെർമിനൽ നേപ്പാളിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. നേപ്പാളിൻ്റെ എക്സ്പോർട്ട്, നേപ്പാളിലേക്കുള്ള ഇമ്പോർട്ട്, ഇതെല്ലാം വെച്ച്. എന്നിട്ട് അത് വാങ്ങിച്ച് തിന്നിട്ടാണ് നേപ്പാൾ നമുക്കെതിരെ വലിയ വാളെടുക്കുന്നത്. നമ്മൾ പിന്നെ പോട്ടെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോടെ എന്ന് പറഞ്ഞ് അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ഇവരെയൊക്കെ തീറ്റിപ്പോരേണ്ട ചുമതല നമുക്കാണ്. പാകിസ്ഥാന് മാത്രം നമ്മൾ ഒന്നും കൊടുക്കില്ല. അതും കൂടെ ഒരു പ്രശ്നമാണ് POKയിൽ ഉണ്ടാകുന്നത്. വെള്ളം പോലും നമ്മൾ കൊടുക്കുന്നില്ല. ബാക്കി രാജ്യങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് നമ്മളാണ്. അപ്പം നമ്മൾ വളരെ ലക്കിയാണ്. ഈ 41 രാജ്യങ്ങളുമായിട്ട് നേരത്തെ സന്ധി സംഭാഷണവും കരാറും ഒക്കെ ഒപ്പിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അന്ന് നരേന്ദ്രമോദി ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണല്ലോ. 5 ദിവസം കൊണ്ട് 8 രാജ്യങ്ങൾ സന്ദർശിക്കുക, ഇതുപോലെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എനിക്ക് പോലും ഉള്ളിൽ തോന്നിയത്, എന്തിനും ഈ മനുഷ്യൻ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നു, വെറുതെ വിമാനം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പറക്കാമോ എന്നൊക്കെ തോന്നിയിരുന്നു. ഇപ്പോഴാണെന്ന് മനസ്സിലാകുന്നത് ഇങ്ങേര് ഈ ധൃതി പിടിച്ച് ഓടിക്കൊണ്ടിരുന്നത് ഈ കരാറുകളൊക്കെ ഒപ്പിടാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഇത് പ്രശ്നം വഷളായി കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ജീവിതം നടക്കണമല്ല. ഇപ്പോൾ ഇത്രയും ദിവസമായി ഏതെങ്കിലും വീട്ടിലെ കുക്കിംഗ് ഗ്യാസ് LPGക്ക് മുട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. 29 രൂപ കൂട്ടി, ശരിയാണ്. അത് ലോകത്തിൽ ഏറ്റവും കുറവുള്ള കൂടുതലാണത് 29 രൂപ. നമ്മളെക്കാൾ കുറച്ച് കൂട്ടി ജപ്പാനും മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. 2ാം സ്ഥാനത്ത് നമ്മളാണ് നിൽക്കുന്നത്. നിസ്സാര അച്ചീവ്മെൻ്റാണ് അത്. ഇത്രയും വലിയ ഷോക്ക് താങ്ങാൻ വേറെ ആർക്ക് പറ്റും? ഇപ്പോൾ രാഹുൽ ഗാന്ധി, മോദി കൊള്ളാത്ത, നമുക്ക് അസ്യൂം ചെയ്യാം. നാളെ രാവിലെ മോദി പറയുകയാണ്, രാഹുൽ അത് ഞാൻ കസേര ഒഴിഞ്ഞിട്ടുണ്ട്, കയറിയിരിക്കുക, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്നാണെന്ന് വെച്ചാൽ എണ്ണ കൊണ്ടുപോവാ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് എന്ത് സൊല്യൂഷനുണ്ട്? ഒന്ന് ചുമ്മാ സാധാരണക്കാരൻ്റെ നട്ടെല്ലൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നതല്ലാതെ ഈ സാധാരണക്കാരൻ്റെ നട്ടെല്ലൊടിഞ്ഞു എന്ന് പറഞ്ഞ പ്രസംഗം അത് റീലായിട്ട് കളിക്കുന്നത് നരേന്ദ്രമോദി ഈ 5G സംവിധാനം കൊണ്ടുവന്നുകൊണ്ടാണ്. 2Gയിൽ മറ്റേ വലിയ അഴിമതിയാണ് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നടന്നത്. 3G മോദിയാണ് കൈകാര്യം ചെയ്തത്. ഡീസൻ്റായിട്ട് ടെൻഡർ ചെയ്ത് മാക്സിമം വിലയ്ക്ക് കൊടുത്ത് 3G, 4G, 5G. ആ 5Gയിലെ റീലിലാണ് മോദിജിയെ കുറ്റം പറയുന്നത്. മോദിയുടെ ചോറ് വാങ്ങി തിന്നിട്ട് മോദിയുടെ ഗുലാനെ വെട്ടുന്ന പരിപാടി. ബട്ട് സ്റ്റിൽ പുള്ളിയൊന്നും പറയാറൊന്നുമില്ല. അങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. ഒരു രാജ്യത്തെ വിഭവങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് മോദി തരുന്ന ഗ്യാസ് കൊണ്ട് ദോശയുണ്ടാക്കി ആ ദോശ തിന്നിട്ട് മോദിയെ തന്നെ ചീത്ത പറയുക എന്നുള്ളത് തമാശയ്ക്ക് നമുക്ക് പറയാമെങ്കിലും ദാറ്റ് ഈസ് ദ ഓൺലി തിങ് എനിബഡി ക്യാൻ ഡൂ ദാറ്റ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു നമ്മൾ. ലോകരംഗം ഉടനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. അത് നടക്കണമെങ്കിൽ ഇറാൻ ഇല്ലാതെയാകണം, അല്ലെങ്കിൽ ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണം. എന്നാലും നടക്കണമെന്നില്ല. ആ യുറേനിയം അവിടെ നിന്ന് എടുത്ത് മാറ്റാതെ ഇസ്രായേൽ അടങ്ങില്ല. യുറേനിയത്തിന് പകരം അത് സ്വർണ്ണമായിരുന്നെങ്കിൽ ഇതിനോടകം ഇസ്രായേൽ എടുത്തുകൊണ്ട് പോയേനെ. കമാൻഡോസിനെ വിട്ട് എടുത്തുകൊണ്ട് പോകും. ബട്ട് യുറേനിയം കമാൻഡോസിനെ വിട്ട് വെറുതെ ചാക്കിൽ നിറച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് റേഡിയോ ആക്റ്റീവ് അല്ലേ. അപ്പോൾ അതിന് വലിയ സംവിധാനങ്ങളൊക്കെ വേണം എടുത്തുകൊണ്ട് പോകണമെങ്കിൽ. ബട്ട് വൺ ഡേ അവരത് ചെയ്യും. ഇസ്രായേൽ, അസർബൈജാൻ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൂടെയാണ്. അസർബൈജാൻ മുസ്ലിം രാജ്യമാണ്. അസർബൈജാനും തുർക്കിയും ചേർന്നാണ് പാകിസ്ഥാനെ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്ത് പാകിസ്ഥാനെ സഹായിച്ചത്. ആ അസർബൈജാൻ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൂടെയാണ്. അതിൻ്റെ വാർത്ത പുറത്തു വന്നു. അസർബൈജാൻ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഒരു വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്കായിട്ടാണ് അസർബൈജാൻ വരുന്നത്.
അവിടെ ഇരുന്നുകൊണ്ട് മൊസാദിന് ഇറാനിലെ പ്രധാനപ്പെട്ട താവളങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയും മൊസാദിന് താമസിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ അസർബൈജാനാണ്. അസർബൈജാൻ ഇത് ചെയ്യുന്നുണ്ട് എന്ന് തുർക്കിക്ക് അറിയുകയും ചെയ്യാം. ഇപ്പോൾ തുർക്കി ഇസ്രായേലിൻ്റെ ശത്രുവാണോ മിത്രമാണോ എന്ന് ചോദിച്ചാൽ ആർക്കും ഉറപ്പില്ല. എർദോഗാന് പോലും ഉറപ്പില്ല. ചിലപ്പോൾ ശത്രുവാണ്, ചിലപ്പോൾ മിത്രമാണ്. അമേരിക്കൻ ബേസും ഉണ്ട് അവിടെ. ഈ രീതിയിൽ ഭയങ്കര ഡൈനാമിക് സിറ്റുവേഷനാണ് ആ ഏരിയ മൊത്തം. അതുകൊണ്ട് നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റുന്നില്ല. ട്രംപ് ആണെങ്കിൽ അബ്സല്യൂട്ട്ലി പക്ഷേ ഇപ്പോൾ അയാളുടെ ആൾക്കാർ പറയുന്നത് ദർ ഇസ് എ മെത്തേഡ് ഇൻ ദ മാഡ്നസ്. ട്രംപിന് ഭ്രാന്താണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അതിനകത്തൊരു ഡിസൈനുണ്ട്. അങ്ങനെ ഒരു ഡിസൈനാണ് ഞാൻ പറഞ്ഞത്. അപ്പാച്ചി ഒരുപക്ഷെ ട്രംപ് തന്നെ പറഞ്ഞ് വെടിവെച്ച് ഡിസൈനായിരിക്കും എന്നൊക്കെ. ഇതൊക്കെ ചെയ്യുന്നതാണ്. ഇതെല്ലാം ചെയ്യാൻ കെൽപ്പുള്ളവരാണ് അമേരിക്കക്കാർ. അവരുടെ പ്രസിഡൻറ്റും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഇതിനൊരു തീർച്ചയും മുറിച്ചയില്ലാത്തത്. ഈ പ്രവാസി ഇന്ത്യക്കാർ, അപ്പോൾ പ്രത്യേകിച്ചും ദുബായിലൊക്കെ ജോലിയുമൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാര്യമായിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. എല്ലാവരും അത് പറയുന്നുണ്ട്. പഴയ ശമ്പളം പലർക്കും ഇല്ല, അങ്ങനെയൊക്കെ പറയുന്നത്. ഇതൊക്കെ എങ്ങോട്ട് എത്തി നമ്മളെ എങ്ങനെ ബാധിക്കും? പ്രത്യേകിച്ചും കേരളത്തെയൊക്കെ ഇതൊരു യുദ്ധം നീണ്ടു പോകും തോറും ഒരു പ്രവാസി പണത്തിൻ്റെ വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് അതിപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. പ്രവാസികൾക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. എനിക്കറിയാവുന്ന 2 പേരെങ്കിലും അവർ ഫാമിലിയായിട്ട് ഗൾഫിലായിരുന്നു. അവർ ഫാമിലിയും കൊണ്ട് ഇവിടെ വന്നിട്ട് ഫാമിലി ഇവിടെ താമസിച്ച് പിള്ളേരെ ഇവിടുത്തെ സ്കൂളിൽ ചേർത്തിട്ട് അവരൊറ്റയ്ക്ക് തിരിച്ചുപോയി. അത് അവരുടെ ആങ്സൈറ്റി ഉണ്ട്. സേഫ്റ്റി എന്താവും നാളെ എന്നറിയില്ല. എന്നാൽ എല്ലാം വിട്ടെറിഞ്ഞിട്ട് പോരാനുള്ള കാശും കയ്യിലില്ല. അപ്പോൾ നീയും പിള്ളേരും ഇവിടെ നിൽക്കും, ഞാൻ പോവാം, നീ വന്നാലും പോയാലും ഞാനവിടെ ഓടിപ്പാഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വന്നാൽ മതിയല്ലോ. ഈ ചിന്ത മെല്ലെയാണെങ്കിലും പടരുന്നുണ്ട്. അത് മെല്ലെ ആയതുകൊണ്ടാണ് അതൊരു ഷോക്കാവാത്തത്. ഒറ്റയടിക്ക് എല്ലാവരും പാനിക്കായിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് അവരെ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അവരെ കൊണ്ടുവരാൻ തന്നെ പ്രയാസം. ബട്ട് ആ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തത് ഗൾഫ് രാജ്യങ്ങൾക്കൊരു മെച്യൂരിറ്റി ഉള്ളത് കൊണ്ടും ഇറാന് പോലും ഇതിലൊരു കരുതലുള്ളതുകൊണ്ടുമാണ്. ഇറാനും അറിയാം ഈ ആൾക്കാരെ പാനിക്കാക്കി കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമാണ്. ഇറാൻ ഇപ്പോൾ ചെറിയൊരു ഗുഡ് വില്ല് അവരുടെ റഷ്യയുടെ ചൈനയുടെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നഷ്ടപ്പെടുന്ന ഏർപ്പാടായി പോകും. അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പിലേക്ക് ഇറാൻ പോകില്ല. മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളെല്ലാവരും കൂടെ തിരിഞ്ഞു നിന്നെന്ന് വെച്ചോ, ഇറാനും കുറേ വിഷമിക്കും. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ പ്രതിരോധത്തിലാണ്. ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾ, ഡ്രോണുകൾ അത് നിർവീര്യമാക്കുക, ആ ജോലി മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. പ്രത്യാക്രമണം നടത്തുന്നില്ല. അവർക്ക് വേണമെങ്കിൽ പ്രത്യാക്രമണം നടത്താം. കിഴക്കേക്കരയിൽ ഇറാൻ, പടിഞ്ഞാറക്കരയിൽ ഞങ്ങളുണ്ട്. ഞങ്ങൾ കുറവൊന്നുമല്ല. സൗദി, UAE, യമൻ, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ ഇവരൊക്കെ ഉണ്ടല്ലോ. ഇവരെല്ലാം സൈമിൾട്ടേനിയസ് ഒരു അറ്റാക്ക് ഇറാനിലേക്ക് നടത്തി കഴിഞ്ഞാലോ. മാത്രമല്ല ഇറാൻ്റെ ഓയിൽ ഇൻസ്റ്റലേഷൻ അവരെ അമേരിക്കയും ഇസ്രായേലും ഇപ്പോഴും ഇറാൻ്റെ ഓയിൽ ഇൻസ്റ്റലേഷൻ തൊട്ടിട്ടില്ല കാര്യമായിട്ട്. 1-2 ഇടത്തൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, ബാക്കി ചെയ്തിട്ടില്ല. പക്ഷേ ഇവരടിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ എണ്ണയുണ്ട്, മറ്റവൻ്റെ എണ്ണ കത്തിപ്പോകുന്നതിൽ അവർക്ക് ദണ്ണമൊന്നുമില്ല. തീയിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇറാൻ? അപ്പം അങ്ങനെ ഒരു പരിധി കഴിഞ്ഞ് ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു സിറ്റുവേഷൻ വരില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഈ ആങ്സൈറ്റി കൊണ്ട് ഈ പറഞ്ഞ സാലറി പലരുടെയും കുറയും, ചിലർക്ക് ജോലി നഷ്ടപ്പെടും, ചിലർ വെറുതെ പേടിച്ചിട്ട് തിരിച്ചു വന്നു എന്ന് വരും. ആ പ്രോസസ്സൊക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അത്രയ്ക്ക് എൻ്റെ നോട്ടത്തിൽ എനിക്കും ചില സുഹൃത്തുക്കളൊക്കെ GCC കൺട്രീസിലുണ്ട്, സാമാന്യം ഹൈ പൊസിഷൻസിലൊക്കെ ഇരിക്കുന്നത്. അവരിപ്പോഴും പറയുന്നത് ഒരു പാനിക്കിൻ്റെ ആവശ്യമില്ല. യുദ്ധം അതിൻ്റെ ഡൈനാമിക്സ് അനുസരിച്ച് ഏതെങ്കിലും ഒരു ദിവസം പോയി തീരും. ഗൾഫിലെ ഇന്ത്യക്കാർ ഭയപ്പെടേണ്ട, മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. ബട്ട് ഭാരതത്തിൻ്റെ ഊർജം, എനർജി, ഇപ്പോൾ ഗ്യാസ്, ഫെർട്ടിലൈസർ ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളവിടെ നോക്കിയാൽ മതി. അത് ഞങ്ങളുടെ സേഫ്റ്റി വലുതായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു പേടിക്കേണ്ട ലെവലിലൊന്നും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. ഇതിപ്പോൾ ഒരു ചോദ്യം കൂടെ, അതായത് ഈ ഇറാൻ തകരും അല്ലെങ്കിൽ ഇറാനെ തകർക്കാം എന്ന് വെച്ച് തുടങ്ങിയത് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇറാൻ ഒരു വിജയമല്ലേ? ഇത്രയും കാലം പിടിച്ചു നിൽക്കുകയും എല്ലാവരെയും തിരിച്ചാക്രമിക്കാനും ഒക്കെ കഴിഞ്ഞില്ലേ ഇറാന്? അതൊരു
ഇറാൻ ഇത്രയും കാലം പിടിച്ചു നിൽക്കും എന്ന് അമേരിക്കയോ ഇസ്രായേലോ വിചാരിച്ചിരുന്നില്ല. അവർ വിചാരിച്ചത് അവരുടെ ഫസ്റ്റ് അറ്റാക്ക് കഴിയുമ്പോൾ ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ്. ഭരണമാറ്റം ഉണ്ടായില്ല. അതെ, ഈ ഒരു സിറ്റുവേഷൻ മറ്റേ അലി ഖമനെ മുൻകൂട്ടി കണ്ട് ഡിസൈൻ ചെയ്തിരുന്നു. അവരൊരു മിന്നലാക്രമണത്തിൽ ഞാൻ മരിച്ചു പോകുന്നു, ആര് എന്തൊക്കെ ചെയ്യണം, ഫ്രം ടോപ്പ് ടു ബോട്ടം അയാൾ ഡിസൈൻ ചെയ്തിരുന്നു. അതാണ് ഈ മൊസൈക്ക് ഡിസൈൻ എന്നൊക്കെ അറിയപ്പെടുന്ന സാധനം. അതയാൾ ചെയ്തു വെച്ചിരുന്നു. കാരണം അയാൾക്കും അറിയാം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികാര തർക്കം ഉണ്ടാകുകയും ഒരു ഭരണമാറ്റം ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യത. അതുകൊണ്ട് ഡൗൺ ദ ലൈൻ കമാൻഡേഴ്സ് വരെ IRGC ഒക്കെ എന്ത് ചെയ്യണമെന്നൊക്കെ അയാൾ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചു. അങ്ങനെ അയാൾ മരിച്ചു. അടുത്ത പ്ലാനിലേക്ക് ഇത് സെറ്റ് ചെയ്തു. നമ്മൾ ഈ റബ്ബർ വലിച്ചു കെട്ടി ഒരു ഇക്വിലിബ്രിയത്തിൽ അതിങ്ങനെ നിൽക്കുമല്ലോ. അതിൽ ഒരു കല്ല് നമ്മൾ കെട്ടി തൂക്കി കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ച് നേരം ആടിയിട്ട് പിന്നെ അടുത്ത ഇക്വിലിബ്രിയത്തിൽ സെറ്റിൽ ചെയ്യും. ആ കല്ലിൻ്റെ വെയിറ്റും കൂടെ താങ്ങിയിട്ട് ഒരല്പം താഴെ, ഇങ്ങനെ താഴെ 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 സെറ്റിൽ ചെയ്യുന്ന രീതിയിൽ ഇക്വിലിബ്രിയം, അടുത്ത ഇക്വിലിബ്രിയം, അതിനടുത്ത ഇക്വിലിബ്രിയത്തിലേക്ക് പോകത്തക്ക രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്തു. അതിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി ഇറാൻ. പക്ഷേ അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകാതിരിക്കാനായിട്ട് എസ്റ്റിമേറ്റഡ് 45,000 ആൾക്കാരെ അയാൾ കൊന്നിട്ടുണ്ട്. ഈ IRGCക്കാർ കൊന്നിട്ടുണ്ട്. 45,000. ഫെബ്രുവരി 28 ശേഷം 45,000 പേരെ കൊന്നിട്ടുണ്ട്. മാത്രമല്ല IRGC ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, ആരെങ്കിലും സർക്കാരിനെതിരെ സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ IRGCയെ അറിയിക്കുക. IRGCക്ക് അവരെ കൊല്ലാനുള്ള അവകാശമുണ്ട്. അതിനുള്ള നിയമവും പാസ്സാക്കി വെച്ചിട്ടുണ്ട്. സർക്കാരിനെതിരെ സംസാരിച്ചാൽ, ആലോചിച്ചാൽ, ചിന്തിച്ചാൽ ആ കുറ്റത്തിന് ഇയാളെ വെടിവെച്ച് കൊല്ലും. അപ്പോൾ എല്ലാവർക്കും പേടിയാകും. ഞാൻ വായുജിത്തിനോട് ഇതൊന്നും ശരിയല്ല വായുജിത്ത് എന്ന് പറഞ്ഞാൽ വായുജിത്ത് പോയി മറ്റവനടുത്ത് കംപ്ലൈൻറ്റ് ചെയ്താലോ, അതുകൊണ്ട് ഞാൻ മിണ്ടില്ല. ഇതേ പേടി കൊണ്ട് വായുജിത്തും മിണ്ടില്ല. അങ്ങനെ ആരും മിണ്ടാതിരിക്കും. മിണ്ടിയവരെ ഇവർ പരസ്യമായിട്ട് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. എമൗണ്ടിങ് ടു 45,000 ഫെബ്രുവരി 28 മുതൽ ഇങ്ങോട്ട്. അത്രയ്ക്ക് അടിച്ചമർത്തിയാണ് അവിടുത്തെ ജനതയെ വെച്ചിരിക്കുന്നത്. ഇൻ്റർനെറ്റും കട്ട് ചെയ്തു, ഇൻ്റർനെറ്റും ഇല്ല. ഇന്നിപ്പോൾ ഇൻ്റർനെറ്റ് തുറന്ന് വിട്ടാൽ തന്നെ മിക്കവാറും 2 ആഴ്ചക്കകം അവിടെ റെജീം ചേഞ്ച് ഉണ്ടാവും ഇറാനിൽ. അസാമാന്യമായ പ്രശ്നത്തിലാണ് ഇറാൻ. ഇത് ഹോർമൂസ് കടലിടുക്ക് ഞെക്കിപ്പിടിച്ചു. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വരുന്നില്ല, ഗ്യാസ് വരുന്നില്ല, ഫെർട്ടിലൈസർ വരുന്നില്ല. റൈറ്റ്. ഇറാനിലേക്കുള്ള അരിയും ഗോതമ്പും കൊടുക്കുന്നത് നമ്മളാണ്. ഇറാനിൻ്റെ 70% അരി ഭാരതത്തിൽ നിന്നാണ് പോകുന്നത്. 20% ഗോതമ്പ് അവരുടെ കുറച്ചുണ്ട് ഇറാൻ്റെ കയ്യിൽ. അരിയും ഗോതമ്പും വേണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ. എണ്ണ തടഞ്ഞു നിർത്തി, അരിയുടെ കപ്പൽ മാത്രം കയറ്റി വിട്, എണ്ണയുടെ കപ്പൽ ഞാൻ അങ്ങോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അപ്പോൾ ഇത് നിന്ന് കഴിയുമ്പോൾ ഇറാനും പ്രയാസം ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് അവർ കുറച്ച്, പാകിസ്ഥാനിൽ എന്ത് കുന്തം ഉണ്ടെന്നാണ്, പാകിസ്ഥാൻ്റെ കയ്യിലൊരു ചുക്കുമില്ലയെന്ന്. പിന്നെ അപ്പുറത്തുള്ളത് അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാനിലേക്കുള്ള എൻട്രി തന്നെ ബലൂചിസ്ഥാനാണ്. ഒറിജിനൽ പാകിസ്ഥാൻ എന്ന് പറയുമെങ്കിലും ബലൂചിസ്ഥാനാണ് സാധനം. അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ. ഇവിടെ നിന്നും ഒന്നും കിട്ടാനില്ല. ഇവരൊക്കെ ദരിദ്രവാസികളാണ്. അപ്പോൾ ഇറാന് ബാക്കിയുള്ള സ്ഥലത്തു നിന്ന് നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വേണം ഭക്ഷ്യവസ്തുക്കളും മറ്റതുമൊക്കെ കിട്ടാനായിട്ട്. അതുകൊണ്ട് ഇറാനും പരിധി വിട്ട് കളിക്കാനൊന്നും സാധ്യത. ഇറാൻ ഇപ്പോൾ കളിക്കുന്നതും പ്രാക്ടിക്കലി ചൈനയുടെ സപ്പോർട്ടാണ് അവർക്ക്. ആയുധങ്ങളൊക്കെ കൊടുക്കുന്നത്, സ്മഗിൾ ചെയ്തും പിടിച്ചുമൊക്കെ കൊടുക്കുന്നത് ചൈനയാണ്. അത് വെച്ചിട്ടാണ് അവർ നടക്കുന്നത്. ഇതൊരു ഓർഗനൈസ്ഡ് പ്ലേ ആണ് ഇറാനും അമേരിക്കയും തമ്മിൽ എന്നെനിക്ക് തോന്നാൻ കാര്യം ഇതൊക്കെയാണ്. ചൈനയാണ് ആയുധം കൊടുക്കുന്നത് എല്ലാവരും പറയുന്നു. ചൈന എങ്ങനെ ആയുധം കൊടുക്കും? കടൽ വഴിയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് അമേരിക്ക അറിയാതെ നടക്കുമോ? കുറേ കരമാർഗം കൊടുക്കാൻ പറ്റും ഈ പാകിസ്ഥാൻ വഴിക്ക്. പക്ഷേ അത് കൂളായിട്ട് നമ്മൾ ട്രേസ് ചെയ്യും. ഇതാ പോകുന്നു ഇവൻ്റെ ടാങ്കർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിക്കും. എല്ലാവർക്കും കാണാൻ പറ്റും, ഒളിച്ചൊന്നും പോകാൻ പറ്റില്ല. പിന്നെയും കടലിലേ ഒളിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്നെങ്കിൽ അമേരിക്ക അറിയും. അമേരിക്ക വലിയ ഉപരോധം നിർത്തിയിരിക്കുകയല്ലേ അവിടെ. അപ്പോൾ അമേരിക്ക അറിയാതെ ഒരു കപ്പൽ പോവില്ല.
അപ്പോൾ ഇത് സംവെയർ സംതിങ് ഈസ് ഓർഗനൈസ്ഡ്. നമുക്ക് ആർക്കും അറിയാൻ മേലാത്ത ഒരു കളി അതിന് പുറകിൽ നടക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ.